ഇന്ന് നമുക്ക് സോയ ചങ്ക്സ് കൊണ്ട് നമുക്ക് വട ഉണ്ടാക്കിയാലോ. അതിനു വേണ്ടി 1/2 കപ്പ് കടലപ്പരിപ്പ് എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് അരച്ച് വെച്ചേക്കുക. ഒരടി അടിച്ച് വെച്ചേക്കുക. സോയ ചങ്ക്സ് വെള്ളത്തിൽ കുതിരാൻ വെച്ചേക്കുമായിരുന്നു ഒരു അരമണിക്കൂർ. അത് നല്ലവണ്ണം കുതിർന്ന് വന്നു. ഒരു 1/2 കപ്പാണ് എടുത്തേക്കുന്നത്. കുതിർന്ന് ഇത് നമുക്ക് നല്ലവണ്ണം വെള്ളത്തിൽ പിഴിഞ്ഞ് വെള്ളം ഒന്ന് ഊറ്റി കളയണം. നല്ലവണ്ണം പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്ത് നമുക്ക് മിക്സിയിൽ ഒരു കറക്ക് കറക്കിയിട്ട് വരാം. ഇനി നമുക്ക് 2 മീഡിയം സൈസ് ഓനിയൻ, 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, കായപ്പൊടി ഇത്രയും ഇട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി വട ചുടാൻ വേണ്ടി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. ഇവിടെ ബാംഗ്ലൂരിൽ തണുപ്പ് കാരണം വെളിച്ചെണ്ണ കട്ട പിടിച്ചിരിക്കുവാണ്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് വട ഒന്ന് ഉരുട്ടി ഓരോ ഉരുളകളായിട്ട് ഉരുട്ടി കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുത്ത് ഒരു സൈഡ് വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്ത് വട ചുട്ടെടുക്കാം. നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ നിറഞ്ഞ സോയ ചങ്ക്സ് വടയാണ്. നല്ലൊരു അടിപൊളി സോയ ചങ്ക്സ് വട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.